ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ്? 34 കായലുകളാണ് കേരളത്തിൽ ഉള്ളത്. ഇവയിൽ 7 ഉൾനാടൻ ജലാശയവുമായിട്ടും 27 സമുദ്രവുമായിട്ട് ചേരുന്നതാണ്. കേരളത്തിലുള്ള ആകെ 34 കായലിൽ 7 കായലാണ് ഉൾനാടൻ ജലാശയവുമായിട്ടും ചേരുന്നത്. 27 കായൽ സമുദ്രവുമായിട്ട് നേരിട്ട് ചേരുന്നു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളെ നോക്കാം. കൗവായ്, കണ്ണൂർ ജില്ലയിലെ കൗവായ്. അകലപ്പുഴ, കോഴിക്കോട് ജില്ലയിലുള്ള അകലപ്പുഴ. മുരിയാട്, തൃശ്ശൂർ ജില്ലയിലുള്ള മുരിയാട്. ഏനമാക്കൽ മനക്കൊടി, തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഏനമാക്കൽ മനക്കൊടി. കൊടുങ്ങല്ലൂർ വാരാപ്പുഴ, തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള കൊടുങ്ങല്ലൂർ വാരാപ്പുഴ. ശാസ്താംകോട്ട കായൽ, കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായൽ. വെള്ളായണി കായൽ, തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണി കായൽ തുടങ്ങിയ കായലുകളാണ് കേരളത്തിൽ ഉൾനാടൻ ജലാശയങ്ങളായിട്ട് മാത്രമുള്ളത്. കേരളത്തോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയങ്ങളെയാണ് കടലിനോട് ചേർന്ന് കാണപ്പെടുന്ന വലിയ ജലാശയത്തെ നമ്മൾ കായലുകൾ എന്നാണ് വിളിക്കുന്നത്, ലേക്കുകൾ. കേരളത്തിൽ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം തന്നെയാണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട്, ലഗൂണുകളുടെ നാട് എന്നെല്ലാം അറിയപ്പെടുന്നത് കേരളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായൽ. അപ്പൊ നമുക്ക് വേമ്പനാട് കായലിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വേമ്പനാട് കായലിന്റെ ആകെ നീളം 96 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമുള്ളതുമായിട്ടുള്ള കായലാണ് വേമ്പനാട് കായൽ. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകളാണ് എറണാകുളം, കോട്ടയം, ആലപ്പുഴ ജില്ലയിലാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കുട്ടനാടിൽ വേമ്പനാട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമട കായൽ. കുട്ടനാട്ടിൽ വേമ്പനാട് കായലിനെ വിളിക്കുന്നത് പുന്നമട കായൽ എന്നാണ്. കൊച്ചി കായൽ എന്നറിയപ്പെടുന്ന കായലും വേമ്പനാട് കായൽ തന്നെയാണ്. അതായത് പുന്നമട കായൽ തന്നെയാണ് കൊച്ചി കായൽ എന്നും അറിയപ്പെടുന്നത്. കൊച്ചി കായൽ എന്നും പുന്നമട കായൽ എന്നും അറിയപ്പെടുന്നത് വേമ്പനാട് കായലിനെയാണ്. വീരൻപുഴ എന്ന് കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ വേമ്പനാട് കായലാണ്. വീരൻപുഴ എന്നും അറിയപ്പെടുന്നത് വേമ്പനാട് കായലിനെ തന്നെയാണ്. വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ദ്വീപുകളാണ് പാതിരാമണൽ ദ്വീപ്, പെരുമ്പളം ദ്വീപ്, വൈപ്പിൻ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, വല്ലാർപാടം, കടമനക്കുടി തുടങ്ങിയ ദ്വീപുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലാണ്. പാതിരാമണൽ, പെരുമ്പളം, വൈപ്പിൻ ദ്വീപ്, വെല്ലിംഗ്ടൺ ദ്വീപ്, വല്ലാർപാടം, കടമക്കുടി തുടങ്ങിയ ദ്വീപുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലെയാണ്. വേമ്പനാട് കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. വേമ്പനാട് കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002 ആണ്. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന് കുറുകെയാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമട കായൽ. അതായത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ വേമ്പനാട് കായൽ തന്നെയുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണ്? വേമ്പനാട് കായൽ. ആലപ്പുഴ ജില്ലയിലുള്ള കൈതപ്പുഴ കായൽ വേമ്പനാട് കായലിന്റെ തന്നെ ഭാഗമാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. തോട്ടപ്പള്ളി സ്പിൽവേ 1955 നിർമ്മിച്ചത്. 1955 നിർമ്മിച്ച തോട്ടപ്പള്ളി സ്പിൽവേ കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ടാണ് വേമ്പനാട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട് കായലിന്റെ ഭാഗമാണ്. വേമ്പനാട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഒരു ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്.
വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരവും വേമ്പനാട് കായലിനാണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിന്റെ തീരത്താണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കായലായിട്ട് അഷ്ടമുടി കായലിനെ കുറിച്ച് നോക്കാം. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ. ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടി കായലാണ്. അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ലയിൽ ഉള്ള അഷ്ടമുടി കായലാണ് ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്നതും കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലും അഷ്ടമുടി കായൽ തന്നെയാണ്. കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടി കായൽ. കല്ലട നദി പതിക്കുന്നത് എവിടെയാണ്? അഷ്ടമുടി കായലിലാണ്. പെരുമൺ തീവണ്ടി അപകടം നടന്ന കായലും അഷ്ടമുടി കായലാണ്. പെരുമൺ തീവണ്ടി അപകടം അഷ്ടമുടി കായലിൽ നടന്നു. തീയതി വർഷം എന്നെന്ന് ചോദിച്ചാൽ 1988 ജൂലൈ മാസം 8-നാണ് പെരുമൺ തീവണ്ടി അപകടം അഷ്ടമുടി കായലിൽ നടന്നത്. അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേര് മൺട്രോ തുരുത്ത് എന്നാണ്. അഷ്ടമുടി കായലിലുള്ള 8 ചെറിയ ദ്വീപുകളെ അറിയപ്പെടുന്നത് മൺട്രോ തുരുത്ത് എന്നാണ്. അഷ്ടമുടി കായൽ പതിക്കുന്ന കടൽ അറബിക്കടലിലാണ്. അറബിക്കടലിനോടാണ് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ അറബിക്കടലിലാണ് അഷ്ടമുടി കായൽ പതിക്കുന്നത്. അതെവിടെ വെച്ചാണ്? നീണ്ടകഴ പൊഴിയിൽ വെച്ചാണ് അഷ്ടമുടി കായൽ അറബിക്കടലിൽ പതിക്കുന്നത്. അഷ്ടമുടി കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. 2002-ലാണ് അഷ്ടമുടി കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായൽ അഷ്ടമുടി കായലാണ്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്നതും അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലം നീണ്ടകഴ അഴി ആണ്. അഷ്ടമുടി കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴി. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ച കായലും നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ആദ്യത്തെ സീ പ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി കായലിൽ തന്നെയാണ്. കുറച്ച് പോയിന്റുകൾ നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായൽ. അത് വേമ്പനാട് കായലിന്റെ ഒരു സബ് കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കേരളത്തിലെ രണ്ടാമത്തെ വലിയ കായലായിട്ടുള്ള അഷ്ടമുടി കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. പൊന്നാനി വള്ളംകളി നടക്കുന്നത് BM കായലിലാണ്. പൊന്നാനി വള്ളംകളി BM കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി വെള്ളായണി കായലിലാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്നത് കന്നേറ്റിക്കായലിലാണ്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി പുളിക്കുന്നിലാണ് നടക്കുന്നത്. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി പുളിക്കുന്ന്. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി കൊച്ചി കായലിലാണ്. വേമ്പനാട് കായലിന്റെ തന്നെ സബ് കായലായിട്ടുള്ള കൊച്ചി കായലിലാണ് ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത്. എല്ലാം ഒന്നും കൂടെ നോക്കാം. നെഹ്റു ട്രോഫി വള്ളംകളി പുന്നമട കായൽ. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടി കായൽ. പൊന്നാനി വള്ളംകളി BM കായൽ. അയ്യങ്കാളി ട്രോഫി വള്ളംകളി വെള്ളായണി കായൽ. ശ്രീനാരായണ ട്രോഫി വള്ളംകളി കന്നേറ്റിക്കായൽ. രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി പുളിക്കുന്നിൽ. ഇന്ദിരാഗാന്ധി ട്രോഫി വള്ളംകളി കൊച്ചി കായലിലുമാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റാംസർ കൺവെൻഷനെ കുറിച്ചും റാംസർ സൈറ്റിനെ കുറിച്ചും. അപ്പോൾ റാംസർ കൺവെൻഷനെ കുറിച്ച് നോക്കാം. തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായിട്ടുള്ള വിനിയോഗത്തിനുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഒരു ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി. അതെവിടെയാണ് നടന്നത്? ഇറാനിൽ വെച്ചാണ് ഒപ്പുവെച്ചത്. എന്തിനു വേണ്ടി? തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർവമായിട്ടുള്ള വിനിയോഗത്തിനുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഒരു ഉടമ്പടിയാണ് റാംസർ ഉടമ്പടി. റാംസർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1971. റാംസർ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1971. റാംസർ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1975. 1975-ലാണ് റാംസർ ഉടമ്പടി നിലവിൽ വന്നത്. റാംസർ ഉടമ്പടി ഒപ്പുവെച്ചത് 1971. റാംസർ ഉടമ്പടി നിലവിൽ വന്നത് 1975. റാംസർ എവിടെയാണ്? ഇറാനിൽ വെച്ചാണ് ഒപ്പുവെച്ചത്. നിലവിൽ ഇന്ത്യയിൽ നിന്ന് റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേന്ദ്രങ്ങളുടെ എണ്ണം 80 ആണ്. ഏകദേശം 80 സ്ഥലങ്ങളോളം
ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2002 പ്രഖ്യാപിച്ച കേരളത്തിലെ പ്രധാനപ്പെട്ട റാംസാർ സൈറ്റുകളാണ് അഷ്ടമുടി കായൽ, വേമ്പനാട് കായൽ, ശാസ്താംകോട്ട കായൽ. അഷ്ടമുടി കായലും ശാസ്താംകോട്ട കായലും കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വേമ്പനാട് കായൽ എറണാകുളം, ആലപ്പുഴ, കോട്ടയം ജില്ലയിലുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഈ 3 കായലിനെ 2002 കേരളത്തിൽ നിന്നും റാംസാർ കേന്ദ്രങ്ങളായിട്ട് ഉൾപ്പെടുത്തിയ പ്രധാനപ്പെട്ട കായലുകൾ. റാംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തതായിട്ട് ഇടം നേടാൻ പോകുന്ന കായൽ കൗവായി കായൽ. കൗവായി കായലിനെയാണ് റാംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്നും അടുത്തതായിട്ട് ഇടം നേടാൻ പോകുന്ന കായലായിട്ടുള്ളത്. കൗവായി കായൽ. കായലുകളുടെയും ലഗൂണുകളുടെയും നാട് കേരളം. കായലുകളുടെയും ലഗൂണുകളുടെയും നാട് കേരളമാണ്. നദികളുടെയും കൈവഴികളുടെയും നാട് ബംഗ്ലാദേശ്. നദികളുടെയും കൈവഴികളുടെയും നാട് ബംഗ്ലാദേശ്. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡ്. 1000 തടാകങ്ങളുടെ നാട് ഫിൻലാൻഡാണ്. 10000 തടാകങ്ങളുടെ നാട് മിന്നസോട്ട. 10000 തടാകങ്ങളുടെ നാട് മിന്നസോട്ട ആണ്. അടുത്തതായിട്ട് ശാസ്താംകോട്ട കായലിനെ കുറിച്ച് നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ലയാണ്. ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ശാസ്താംകോട്ട കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. 2002 ശാസ്താംകോട്ട കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായലാണ് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി ശാസ്താംകോട്ട കായൽ. 2002 ശാസ്താംകോട്ട കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തി. കായൽ കടലുമായിട്ട് ചേരുന്ന പ്രദേശത്തെ നമ്മൾ അഴി എന്ന് വിളിക്കുന്നു. കായല് കടലുമായിട്ട് ചേരുന്ന പ്രദേശത്തെയാണ് അഴി എന്ന് വിളിക്കുന്നത്. കായൽ കടലിനോട് ചേർന്നുണ്ടാകുന്ന താൽക്കാലിക മണൽത്തിട്ടയെ നമ്മൾ പൊഴി എന്ന് വിളിക്കുന്നു. കായല് കടലിനോട് ചേരുന്ന ഭാഗത്തിന് ഉണ്ടാകുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു മണൽത്തിട്ടയാണ് നമ്മൾ പൊഴി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖമാണ്. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകമാണ് വൈന്തല തടാകം. കേരളത്തിൽ പ്രകൃതിയാലുള്ള തന്നെ ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം കൊച്ചി തുറമുഖം. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകമാണ്. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം വയനാട് ജില്ലയിലെ മേപ്പാടി തടാകമാണ്. മേപ്പാടി തടാകത്തെയാണ് കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം. വയനാട് ജില്ലയിലെ മേപ്പാടി തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകത്തെ ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പനയോല, നീരാളിയുടെ ആകൃതിയിൽ ഒക്കെ കാണപ്പെടുന്ന കായൽ നമ്മുടെ കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലാണ്. പനയോല അല്ലെങ്കിൽ നീരാളിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ അഷ്ടമുടി കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന കായൽ ശാസ്താംകോട്ട കായലാണ്. അടുത്തതായിട്ട് പൂക്കോട് തടാകത്തെ കുറിച്ച് നോക്കാം. പൂക്കോട് തടാകം. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്. കബനി നദിയുടെ പോഷക നദിയായിട്ടുള്ള പനമരം ഉത്ഭവിക്കുന്ന പൂക്കോട് തടാകത്തിൽ നിന്നുമാണ്. കബനി നദിയുടെ പോഷക നദിയായിട്ടുള്ള പനമരം ഉത്ഭവിക്കുന്ന പൂക്കോട് തടാകത്തിൽ നിന്നുമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകം പൂക്കോട് തടാകം. ചിറ്റാരിപ്പുഴ കാസർഗോഡ് ആണ് ഉള്ളത്. ചിറ്റാരിപ്പുഴ കാസർഗോഡ്. ചിറ്റാർ ലേക്ക് തമിഴ്നാട്ടിലായിട്ടാണ് ഉള്ളത്. ചിറ്റാർ ലേക്ക് തമിഴ്നാട്, ചിറ്റാരിപ്പുഴ കാസർഗോഡിലാണ് ഉള്ളത്. കേരളത്തിലെ പ്രധാനപ്പെട്ട കായലുകളെ നോക്കാം.
മാനാഞ്ചിറ കോഴിക്കോട്, കുമ്പള കാസർഗോഡ്, കൽനാട് കാസർഗോഡ്, ആക്കുളം തിരുവനന്തപുരം, അഞ്ചുതെങ്ങ് തിരുവനന്തപുരം, വേളി തിരുവനന്തപുരം, പരവൂർ കായൽ കൊല്ലം, BM കായൽ മലപ്പുറം. അതേപോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തി രേഖയിലുള്ള കായലാണ് ഇടവ നടയറ കായൽ. മാനാഞ്ചിറ കോഴിക്കോട്, കുമ്പള കാസർഗോഡ്, കൽനാട് കാസർഗോഡ്, ആക്കുളം തിരുവനന്തപുരം, അഞ്ചുതെങ്ങ് തിരുവനന്തപുരം, വേളി തിരുവനന്തപുരം, പരവൂർ കായൽ കൊല്ലം, BM കായൽ മലപ്പുറം. തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ അതിർത്തിയിലുള്ള കായൽ ഇടവ നടയറ കായലുമാണ്. അടുത്തതായിട്ട് മാനാഞ്ചിറ തടാകത്തെക്കുറിച്ച് നോക്കാം. മാനാഞ്ചിറ തടാകം കേരളത്തിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. മാനാഞ്ചിറ തടാകം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം. മാനാഞ്ചിറ തടാകം നിർമ്മിച്ച ഭരണാധികാരി മാനവിക്രമൻ സാമൂതിരി. മാനാഞ്ചിറ തടാകം നിർമ്മിച്ച ഭരണാധികാരിയാണ് മാനവിക്രമൻ സാമൂതിരി. കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളും കൂടെ നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കൊല്ലം ജില്ലയിലുള്ള ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ്. വയനാട് ജില്ലയിലെ പൂക്കോട് തടാകത്തെയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? കാസർഗോഡ് ജില്ലയിലുള്ള ഉപ്പള കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ തിരുവനന്തപുരം ജില്ലയിലുള്ള വേളി കായലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ തിരുവനന്തപുരം ജില്ലയിലെ വേളി കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയുള്ള വെള്ളായണി കായൽ. വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശ്ശൂർ ജില്ലയാണ്. മൂരിയാട് തടാകം തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ കൊല്ലം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ കാസർഗോഡ് ജില്ലയിലെ ഉപ്പള കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ തിരുവനന്തപുരം ജില്ലയിലെ വേളി കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കായൽ തിരുവനന്തപുരം. മൂരിയാട് തടാകം തൃശ്ശൂർ ജില്ലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കായലുകളെ കുറിച്ചും റാംസർ സൈറ്റുകളെ കുറിച്ചുമുള്ള ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് ക്ലാസ് ഇവിടെ ഇതോടുകൂടി അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.